നമ്മൾ നാളെ കേരളപ്പിറവി ദിനമാണ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ല് കൂടി ആകും എന്ന് കരുതുകയാണ്. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ഒരു പേര് കേരളത്തിന് നാളെ സ്വന്തമാകും. അതിൻ്റെ പ്രഖ്യാപനം നാളെ തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയാണ് ആ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. ഈ സർക്കാർ അധികാരമേറ്റ 2021 ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനപ്രകാരം നടന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി ആ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കേരളം എത്തുന്നത്. 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയ പദ്ധതിയുടെ വിജയപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നാളെ നടക്കാൻ പോകുന്നത്. ഇതൊരു മഹത്തായ നേട്ടം എന്നതാണ് മന്ത്രി MP രാജേഷ് പറയുന്നത്. വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രഖ്യാപനം നടത്തുക. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഇത് ഒരു വലിയ ചടങ്ങാക്കി തന്നെ സർക്കാർ മാറ്റുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. കാരണം ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആണ് ഈ രീതിയിൽ അതിദാരിദ്ര്യമുക്തമാകുന്ന ആദ്യ സംസ്ഥാനമാണ്. മാത്രവുമല്ല ലോകത്തെ 2ാമത്തെ പ്രദേശമാണ്. ചൈന മാത്രമാണ് അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചടങ്ങായിട്ടാണ് ഇത് നടത്തുന്നത്. എല്ലാ മന്ത്രിമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ചടങ്ങ് തന്നെ സർക്കാർ ഒരുക്കുന്നു. അവിടെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചലച്ചിത്ര താരമായ കമൽ ഹാസൻ MP എത്തും. ഇവർ മുഖ്യാതിഥിയായിരിക്കും ഈ ചടങ്ങിന്. അപ്പോൾ അങ്ങനെ വളരെ വിപുലമായ ഒരു ചടങ്ങിലാണ് നാളെ ഈ പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. പരിപാടിക്ക് ശേഷവും മുൻപും ഒക്കെ വലിയ കലാവിരുന്നുകളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ്. ലോകത്ത് തന്നെ ചൈനയ്ക്ക് ശേഷം 2ാമത്തെ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ അതിന് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് ദാരിദ്ര്യം തന്നെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. അതിദാരിദ്ര്യ മുക്തമാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമ്മുടെ നാട് അതിലേക്ക് പോകുമ്പോൾ അത് ഓരോ മലയാളികളെയും സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യവുമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഈ ഉദ്ഘാടനത്തോടടുക്കുമ്പം ഉയർന്നിരിക്കുകയാണ്. അത് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അതിദാരിദ്ര്യമുക്തമായി എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഈ 64,006 പേർ മാത്രമാണോ അതിദരിദ്രർ? ഈ കണക്ക് എവിടെ നിന്നാണ്? എങ്ങനെയാണ് ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത്? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രത്യക്ഷമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം എന്നതാണ് VD സതീശൻ പറയുന്നത്. ഈ അതിദാരിദ്ര്യ മുക്തമായി എന്ന് പറയുന്ന കണക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുകയാണ് സർക്കാർ എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം. ഈ തീവ്ര ദരിദ്രമല്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തെറ്റാണ് എന്ന് VD സതീശൻ പറയുന്നു. സർക്കാർ കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുന്നു. ആരോഗ്യം, വരുമാനം എന്നിവ ഇല്ലാത്തവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല ഈ പ്രകടന പത്രികയിൽ പരമദരിദ്രരായ 4.5 ലക്ഷം കുടുംബങ്ങളുണ്ട് എന്നതാണ്, 4.5 ലക്ഷം പേരുണ്ട് എന്നതാണ് ഈ LDF സർക്കാർ തന്നെ, അല്ലെങ്കിൽ LDF തന്നെ പറഞ്ഞിരുന്നത്. അവർ ഇപ്പോൾ 64,006 പേരെ മാത്രം ദാരിദ്ര്യമുക്തരാക്കിക്കൊണ്ട് എങ്ങനെയാണ് അതിദാരിദ്ര്യം മുക്തമായി കേരളം എന്ന് പറയുന്നത് എന്നതാണ് VD സതീശൻ ചോദിക്കുന്നത്. എന്തായാലും വലിയ വിവാദമായി തന്നെ ഇത് മാറുന്നു. പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ചില സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്നതാണ് പ്രധാനമായും ഇവർ ഉയർത്തുന്ന ചോദ്യം. കേരളത്തിൽ എത്ര പേരുണ്ട്? പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ. ഇവരുടെ ഈ കണക്കിൽ 6,400 പേരെ പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിട്ടുള്ളത്? ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ 4.85 ലക്ഷം പേര് വരുന്ന ആദിവാസികൾ, 1.16 ലക്ഷം കുടുംബങ്ങൾ, അതിലെ 6,400 കുടുംബം ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ? വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം,
വരുമാനം. ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ 1,10,000-ലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണ്. ആ കാറ്റഗറിയിലൊന്നും വരില്ല ഇവരാരും. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റെല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മന്ത്രി എം പി രാജേഷ് പറയുന്നത് ഇതൊരു മഹത്തായ നേട്ടമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നാളെ കേരളത്തെ പ്രഖ്യാപിക്കുന്നതിലൂടെ സംസ്ഥാനം തന്നെ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ മഹത്തായ നേട്ടം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. ഈ നേട്ടത്തിന് പിന്നിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത പ്രവർത്തനം നിർണായകമായിരുന്നു എന്നുകൂടി മന്ത്രി എം പി രാജേഷ് പറയുകയാണ്. ആദ്യ മന്ത്രിസഭാ യോഗം മുതൽ കഴിഞ്ഞ ദിവസം വരെ നടന്നിട്ടുള്ള ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സാധ്യമായിട്ടുള്ളത്. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പങ്കും ഉത്തരവാദിത്വവുമുണ്ട്. അതിന്റെ ക്രെഡിറ്റ് അവർക്ക് കൂടി അവകാശപ്പെടുന്നതാണ് എന്ന തരത്തിൽ മിനിസ്റ്റർ ഇത് പറയുന്നു. ഇപ്പോൾ ഉയർന്നിട്ടുള്ള വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും മന്ത്രി മറുപടി പറയുന്നുണ്ട്. സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളാണ് എന്നതാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത്. മാത്രവുമല്ല, ഈ പ്രവർത്തനം സർക്കാർ തുടങ്ങിയത് ആദ്യ മന്ത്രിസഭാ യോഗം മുതലാണ്. അതിന്റെ പൂർത്തീകരണം നടത്തി ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ മാത്രമാണോ ഇത്തരം വിമർശനം ഉന്നയിക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത് നേരത്തെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നെങ്കിൽ അതുകൂടി പരിഗണിക്കാമായിരുന്നു എന്ന കാര്യം മന്ത്രി എം പി രാജേഷ് പറയുന്നുണ്ട്. അന്ന് ഒന്നും ഉയർത്താത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് അവകാശവാദം. അതല്ലാതെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നൊരു അവകാശവാദമല്ല തങ്ങൾ നടത്തുന്നത്. അതിദരിദ്രരായ മനുഷ്യരില്ല എന്നതാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് എന്ന കാര്യം പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ അത് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ചിലർ മോദിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 27 സംസ്ഥാനങ്ങളെ കൂടി അതിദാരിദ്ര്യമുക്തമാക്കിയിട്ട് വേണം മോദി ആ ക്രെഡിറ്റ് അവകാശപ്പെടാനെന്ന് എം പി രാജേഷ് ആ രാഷ്ട്രീയ വിമർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ഇവരുടെ ശ്രമത്തിന് മറുപടിയായി പറയുന്നു. മാത്രവുമല്ല, നേരത്തെ ഒന്നും എതിർപ്പ് ഉന്നയിക്കാത്തവർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. വിശദ മാർഗരേഖ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയതാണ്. അത് വായിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്നവർക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരില്ലായിരുന്നു എന്ന കാര്യം കൂടിയാണ് എം പി രാജേഷ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിദഗ്ധരോടും വിനീതമായിട്ട് പറയാനുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങളെ ഇത്രമാത്രം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പാടില്ല. വസ്തുതകൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കാൻ ശ്രമിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നത് വളരെ വിനയത്തോടുകൂടി അവരോട് അഭ്യർത്ഥിക്കുകയാണ്. അതൊരു പ്രചാരവേലയാക്കുന്നതും അസ്വീകാര്യമാണ്. രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളായി മാറുന്നതും അസ്വീകാര്യമാണ് എന്ന് വിനീതമായിട്ട് ഞാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി അത് AK ആന്റണിയുടെ പദ്ധതിയാണ് എന്ന ചില അവകാശവാദങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ട്. അതിനെതിരെ KN ബാലഗോപാൽ ധനമന്ത്രി കൂടി രംഗത്തെത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം പോലും താൻ ഇപ്പോഴാണ് അറിയുന്നതെന്നാണ് എം പി രാജേഷ് KN ബാലഗോപാൽ പറയുന്നത്. എല്ലാ പദ്ധതികളും പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും വളരെ സുതാര്യമായാണ് LDF സർക്കാർ നടപ്പാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്നതാണ് KN ബാലഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അങ്ങനെ പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അറിയുന്നത് നല്ലത്. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. കാരണം ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പ്രഖ്യാപനം വരുന്നിപ്പോൾ 4 വർഷമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ശ്രമം നടക്കുന്നു. ഞങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭയെ എലക്ട് ചെയ്യപ്പെട്ടിട്ട് ആദ്യത്തെ ക്യാബിനറ്റിൽ മന്ത്രിമാരായ ആദ്യത്തെ ക്യാബിനറ്റിൽ പോകുമ്പോൾ അന്ന് വെച്ചൊരു അജണ്ടയാണ് അതിദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തണം, അത് പരിഹരിക്കാനുള്ള നടപടി വേണം. അപ്പോൾ അത് സംബന്ധിച്ചൊരു സർവേ നടന്നു. സർവേ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ ഒരു സർവേ എടുത്തിട്ടാണ്, 5-6 മാസം എടുത്തിട്ടാണ്, 1 വർഷം വരെ എടുത്തു. ജില്ലാ തലത്തിൽ അതിൻ്റെ പഠനം നടന്നു. ബഡ്ജറ്റ് വന്നപ്പോൾ അതിനകത്ത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പഠനം വെച്ചു. ഒന്ന് MV ഗോവിന്ദൻ മാഷാണ് വകുപ്പിൻ്റെ മന്ത്രി. അതിനുശേഷം ശ്രീ MP രാജേഷ് വന്നു. ഈ സമയത്തൊക്കെ ഓരോ ഘട്ടങ്ങളിലും ബഡ്ജറ്റിൽ തന്നെ പ്രത്യേക പ്രവേശനം വെച്ചു. അതിദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ വിലയിരുത്തൽ തന്നെ
പിന്നെ കേരളത്തിലെ രീതി സങ്കീർണമാണ്. വെറും ഭക്ഷണം കിട്ടുന്ന മാത്രമൊന്നുമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ അതിദരിദ്രർ ഇല്ലാതാകുന്നു എങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് പേപ്പറിൽ മാത്രമാകരുത്, യാഥാർത്ഥ്യത്തിൽ വരണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാകരുത്, യഥാർത്ഥത്തിൽ അത് നടപ്പാക്കണം. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ദരിദ്രരായ ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ മന്ത്രി പറയുന്നത് പോലെ തന്നെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല. അതിദരിദ്രരായ മനുഷ്യരെയാണ് അല്ലെങ്കിൽ അതിദാരിദ്ര്യമാണ് നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതൊരു ഘട്ടമാണ്. അത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മഹത്തായ കാര്യമാണ്. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം അതിദരിദ്രരായ മനുഷ്യർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നടപ്പാക്കുന്നുണ്ട്. AY അന്ത്യോദയ അന്ന യോജന വഴി അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയൊക്കെയുണ്ട്. അതിദരിദ്രമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ ആനുകൂല്യങ്ങൾ മുടങ്ങുമോ? അത് ഈ 64,000 പേരെ അതിദാരിദ്ര്യമുക്തമാക്കി എന്ന് പറയുമ്പോൾ ഈ റേഷൻ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഏതാണ്ട് 5.5 ലക്ഷത്തിലധികം മനുഷ്യർ സംസ്ഥാനത്തുണ്ട്. അവർക്ക് ആ ആനുകൂല്യം മുടങ്ങുമോ തുടങ്ങിയ പല വിധത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. നമുക്കറിയാം കേന്ദ്രം എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താനിരിക്കുകയാണ് നമുക്കുള്ള ആനുകൂല്യങ്ങൾ മുടക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന സംശയവും ആശങ്കകളും ഒരു ഭാഗത്ത് വളരെയധികമുണ്ട്. ഈ കഴിഞ്ഞ മാസം നടന്ന സഭാ സമ്മേളനത്തിൽ പി മാമിക്കുട്ടിയുടെ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യത്തിന് മന്ത്രി GR അനിൽ നൽകിയ മറുപടിയിൽ സംസ്ഥാനത്ത് 5,91,194 AAY കാർഡുകൾ നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും മനുഷ്യർ അന്ത്യോദയ അന്ന യോജന വഴി ഈ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നുണ്ട് റേഷൻ കടകൾ വഴി എന്നതാണ്. അപ്പോൾ അതിദരിദ്രർക്ക് വേണ്ടിയിട്ടുള്ള ആ പദ്ധതിയിൽ അംഗങ്ങളായി അത് ഉപയോഗിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ 64,006 പേരെ അതിദരിദ്ര പട്ടികയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിദരിദ്രമുക്ത കേരളം എന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട സംശയമുണ്ട്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുമ്പോൾ അതിദരിദ്രരെ അല്ലെങ്കിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുമ്പോൾ കിടപ്പാടമില്ലാത്ത മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണ്? ഇത്തരം ഒരു ക്രെഡിറ്റ് നമ്മൾ അവകാശപ്പെടുമ്പോൾ അവർക്ക് കിട്ടേണ്ടുന്ന അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുമോ? അതിനൊക്കെയുള്ള പോംവഴികൾ എന്താണ്? യഥാർത്ഥത്തിൽ ഇത്രയും അതിദരിദ്രർ മാത്രമാണോ നമ്മുടെ സംസ്ഥാനത്തുള്ളത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും അതിദരിദ്രർ ഇല്ലാതെ തന്നെ ആകണം നമ്മുടെ നാട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് കടലാസിൽ ഒതുങ്ങരുത്, അത് പ്രവൃത്തിയിൽ ഉണ്ടാകണം. അത് അങ്ങനെ ഒരു ഇല്ലാത്ത ക്രെഡിറ്റാണ് അവകാശപ്പെടുന്നതെങ്കിൽ അതുമൂലം ആർക്കെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ എന്നതിൽ സൂക്ഷ്മമായ പരിശോധനകൾ വേണം, തിരുത്തലുകൾ വേണം. അപ്പോൾ അതൊക്കെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും വലിയ ഒരു പ്രഖ്യാപനമാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.